അടുത്ത ദിവസം രാവിലെ ഡ്രിക് വീണ്ടും 2 മുട്ട വച്ചു. ആ സമയത്ത് പാമ്പ് അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൂട്ടിൽ പുല്ലൊക്കെ വെക്കുന്നുണ്ട്, അത് ഏതോ മൃഗം വന്ന് കഴിക്കാൻ വരുന്നു. അത് അറിയാതെ മുട്ടയും തിന്നുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുല്ലൊന്നും വെക്കണ്ട. അത് കേട്ട് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിട്ട് പോയാലും തുറന്നു വെച്ചിട്ട് പോയാലും ആ മുട്ട എന്റെ വയറ്റിനുള്ളിലേക്കേ പോകൂ. ഡക്കും ട്രിക്കും ആ മുട്ടകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഒളിച്ചിരുന്ന അതേ സ്ഥലത്ത് അവർ ഒളിച്ചിരുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ കഴുക അടുത്തിരുന്ന ഒരു മരത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നു. ഞാനിതാ വരുന്നു എന്റെ രുചിയുള്ള മുട്ടകളെ. അങ്ങനെ പാടിക്കൊണ്ട് പാമ്പ് പുറത്തു വന്ന് ആ കൂട്ടിലേക്ക് ചെന്നു. അത് കൂടിന്റെ അടുത്തേക്ക് വന്നതും മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കഴുക് വേഗം പറന്നെത്തി. പാമ്പ് മുട്ടകൾ കഴിക്കാൻ തല കുനിച്ചതും ആ കഴുക് അതിനെ പിടിച്ചു. കഴുക ആ പാമ്പിനെ കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്ത് അതിന്റെ ഒപ്പം പറന്നുപോയി. അയ്യോ, എന്നെ വിട്. ഇത് എവിടെ നിന്നും വന്നു? വിട്. അത് കേട്ട ആ കഴുക് സന്തോഷത്തോടെ ആ പാമ്പിനെ വിടാതെ പറന്നു. ഒരുപാട് നേരം പറന്നതിന് ശേഷം അതൊരു മലയ്ക്ക് മുകളിൽ ചെന്ന് നിന്നു. അവിടെ മുന്നേ 2 കഴുകുകൾ കാത്തുകൊണ്ടിരുന്നു. ആ കഴുക് ആ പാമ്പിനെ താഴെയിട്ടതും ആ 2 കഴുകും അതിന്റെ കൊക്കുപയോഗിച്ച് കൊത്തി കൊത്തി തിന്നു. അതിലത് ചത്തുപോയി. അങ്ങനെ ആ 3 കഴുകും ചേർന്ന് ആ പാമ്പിനെ ഭക്ഷണമാക്കി.